എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂറോപ്പിലോട്ട് പുതുതായിട്ട് കുടിയേറിയിരിക്കുന്ന ന്യൂ ജനറേഷൻ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒരു 2 ആഴ്ച മുമ്പ് നമ്മളിവിടുത്തെ ഒരു വാർത്ത കേട്ടിരുന്നു. ഒരു യുവാവ് മരിച്ചു, പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു. കുടുംബ വഴക്കിനെ ചൊല്ലിയിട്ട് ഭാര്യ പോലീസിനെ വിളിക്കുകയും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കുക ഒക്കെയാണ് പറയുന്നത്. പല ചാനലുകളിൽ എല്ലാത്തിലും വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ അതിനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ മലയാളി കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ മലയാളികൾ ഒരു സമൂഹത്തിലേക്ക് കൂടുതലായിട്ട് വന്നപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടും ചർച്ച ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് നമ്മളായിട്ട് പേഴ്സണലി ബന്ധമുള്ള ഒരു വ്യക്തിയുടെ കാര്യങ്ങളല്ല പറയുന്നത്, കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇവൻ എങ്ങനെയാണെന്നുള്ള മുൻവിധി, മലയാളികളുടെ പ്രശ്നങ്ങൾ അധികം മുൻവിധികളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് അധികമായിട്ട് കടന്നു കയറുന്ന ഒരു സ്വഭാവമാണ്. ഉപദേശിയായിട്ടും ഉപദേശകനായിട്ടും അതുപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും ഒക്കെ ഓരോ വ്യക്തികളും മറ്റുള്ളവന്റെ കുടുംബത്തിലേക്ക് കടന്നു കയറുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സ്വന്തം കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ തീർക്കാനായിട്ട് സാധിക്കും. അതിൽ കൂട്ടുകാരന്മാരുടെ രീതിയിലും അതുപോലെ തന്നെ ബന്ധുക്കാരുടെ രീതിയിലും അതുപോലെ തന്നെ അമ്മായച്ഛൻ അമ്മായിയമ്മ നാട്ടിൽ നിന്നിട്ട് ഇവിടത്തെ കുടുംബത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണവന്മാരും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തകർച്ചകൾ, മൂല്യച്യുതികൾ വരികയും കുടുംബങ്ങൾ തകരുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. കൂടാതെ വലിയൊരു വിഭാഗം മലയാളികൾ നമ്മുടെ കേരളത്തിലെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ യൂറോപ്പിലോട്ട് വരുമ്പോൾ ഗോസിപ്പുകൾ പറയാനും മലയാളികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. ഈ ഗോസിപ്പുകളിൽ തകരുന്നത് എത്ര കുടുംബങ്ങളായിരിക്കും എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ചുമ്മാ കഥകൾ അങ്ങ് പറപ്പിച്ച് വിടുവാണ്. അങ്ങനെ 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നമ്മള് വേറൊരു രാജ്യത്ത് വന്നു, വേറൊരു രാജ്യത്തിന്റെ കൾച്ചറിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഈ രാജ്യത്തിന്റെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാ വ്യക്തികളും ശ്രമിക്കും. ആദ്യമായിട്ട് ഈ ഒരു രാജ്യത്തേക്ക് വരുന്നത് ഒരുപക്ഷെ സ്ത്രീകളായിരിക്കും. അവർ നേഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് അവർ ഇന്റർവ്യൂ ഒക്കെ OET ഒക്കെ പഠിച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് അവരുടെ കഴിവ് കൊണ്ട് അവരുടെ പഠിക്കാനുള്ള എബിലിറ്റി കൊണ്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കിയിട്ട് UK വരും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോട്ട് വരും. അപ്പൊ ഇവിടെ വന്ന് അവർക്ക് ജോലി കിട്ടും. അവർ ഒരു 5-6 മാസം ഈ പറഞ്ഞ ബ്രിട്ടീഷ് ആളുകളോടൊക്കെ ഇടപഴകി സംസാരിച്ച് വലിയ സെറ്റപ്പിൽ അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പവറായി കഴിയുമ്പോൾ അവർക്ക് തോന്നും ഭാര്യനും മക്കളെയും ഭർത്താവിനെയും മക്കളെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കളയാം. അപ്പൊ അങ്ങനെ അവരെന്ത് പറയും, ഭർത്താവിനോടും മക്കളോടും പറയും ഓക്കെ. ഇനി നേരെ തിരിച്ചുകൊണ്ട് ചില ഭർത്താക്കന്മാർ പുഷ് ചെയ്ത് വിടുന്നതുണ്ട്. എന്ന് വെച്ചാൽ യൂറോപ്പ് എന്ന് പറഞ്ഞ അതിവിശാലമായിട്ടുള്ള ഒരു സംഭവം, നമ്മുടെ കണ്ണുകണ്ട് കാണുന്ന യൂറോപ്പ് TV-യിലും മൊബൈലിലൊക്കെ ആണല്ലോ. ആ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആണെന്ന് കരുതി ആ ഒരു നാട്ടിലത്തെ ജീവിത സുഖങ്ങളും ഇവിടത്തെ സമ്പാദ്യവും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. ഭാര്യമാരെ OET ഒക്കെ പഠിക്കാൻ വിട്ടിട്ട് അവര് ഭർത്താക്കന്മാരുടെ ചെലവിലാണ് ഇവര് OET പഠിച്ചതെന്നൊക്കെ വിസ്മരിച്ചു പോകുന്ന പല ഭാര്യമാരും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെ വന്നതിന് ശേഷം അവരെ ഭാര്യമാര് ഭർത്താക്കന്മാരെയും കൊച്ചുങ്ങളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു വന്നു കഴിയുമ്പോൾ അവര് വന്നു കഴിയുമ്പോൾ തന്നെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും കൊച്ചുങ്ങളുണ്ടാവും. ചൈൽഡ് കെയർ എന്ന് പറഞ്ഞ വലിയൊരു ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ഈ ചൈൽഡ് കെയർ എന്ന് പറഞ്ഞ ഇഷ്യൂ ഉള്ളിടത്ത് ഭർത്താക്കന്മാർക്ക് കൃത്യമായിട്ടൊരു സമയത്ത് ടൈം അവൈലബിലിറ്റി കൊടുത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഭാഷ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വന്ന് മലയാളത്തിൽ നിന്ന് നേരെ യൂറോപ്പിലോട്ട് വന്ന് ചാടിയിട്ട് സാഹിബ് പറയുന്ന ഇംഗ്ലീഷിന്റെ ആക്സെന്റോ OET IELTS ഒന്നും ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ഭർത്താക്കന്മാർ പഠിക്കുന്നില്ല. അപ്പോൾ ഒരു കറണ്ടിന്റെ ബില്ല് അടയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ ഒരു സംവിധാനം, ഒരു ഫോൺ അപ്പോയിന്റ്മെന്റോ GP അപ്പോയിന്റ്മെന്റോ എന്തെടുക്കണമെങ്കിലും ഭാര്യമാരെ ഭർത്താക്കന്മാരെ റെഡി നീ അത് ചെയ്തു തരട്ടോ. അതിനർത്ഥം ഭർത്താക്കന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്ന് കരുതുന്ന ഒരു വിഭാഗം ഭാര്യമാരാണ് പ്രശ്നക്കാരികൾ. അപ്പോ ഈ പറഞ്ഞ പോലെ ഓരോ ജോലികൾക്കും വീട്ടിലെ റെസ്പോൺസിബിൾ, ഈവൻ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പോലും ഭാര്യമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ അവര് സന്തോഷമായിട്ട് അത് ചെയ്യുന്ന, സ്നേഹത്തോടു കൂടി ചെയ്തു കൊടുക്കുന്ന ഭാര്യമാര് ഓക്കെയാണ്. പക്ഷെ അതൊരു അന്തസ്സായിട്ടും ഞാൻ സുപ്രീമാണെന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുടെ അടുത്ത് അങ്ങനെയുള്ള ഭാര്യമാരുള്ള കുടുംബങ്ങളിലാണ്
പല പ്രശ്നങ്ങളും തലപൊക്കുന്നത്, അവസാനം തമ്മിത്തല്ലുകൾ ഉണ്ടാവുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ഇടി കുത്ത് തല കൂട്ടിയിടിക്കുന്നു, നിലത്തിട്ട് വലിക്കുന്നു, കൈയും കാലും കെട്ടിയിടുന്നു, വായിൽ പേപ്പറുകൾ കുത്തിത്തിരിക്കുന്നു, എന്നിട്ട് മരണാസന്നനായിട്ടൊക്കെ കിടന്ന് ചിലപ്പോൾ മക്കള് പോലീസിനെ വിളിക്കുന്നു. മക്കള് പോലീസിനെ വിളിച്ചതിന് ശേഷം അവര് പോലീസിനെ വരുന്ന അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇതെല്ലാം നമ്മൾ ഈ മലയാളം വാർത്താ ചാനലുകളിൽ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ്, യൂറോപ്പിൽ നിന്ന് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതെല്ലാം കേൾക്കാൻ കാരണം? മറ്റൊന്നുമല്ല, ഹ്യൂജ് പോപ്പുലേഷൻ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്ന ഒരാളാണ് ഞാനൊക്കെ. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു സമൂഹം, ഇവിടെ ഉണ്ടായിരുന്ന സമൂഹം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പണ്ട് ഇതുപോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയൊരു ഹ്യൂജ് മൈഗ്രേഷൻ ഇങ്ങോട്ടേക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അറിയാത്ത പൊട്ടന്മാരെ പോലുള്ളവരാണ് ഇങ്ങോട്ട് വന്നേക്കണതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ സ്വന്തം പഠിച്ചതിന്റെ ഒരു ജോലി കിട്ടാത്തതിലോ, നേഴ്സുമാർക്ക് ജോലിയുണ്ട്, അതിന്റെ കെട്ടിയന്മാരായിട്ട് വരുന്നവന്മാർക്കൊന്നും ഇതുവരെ ഒരു പ്രൊഫഷണൽ ജോലികൾ 100-ൽ ഒരു 10 പേർക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 90 പേരും ഈ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികൾ ഇവര് ഈ പറഞ്ഞ ഭാഷ അറിയാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോയി ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഇനി CV ജോലിക്കൊക്കെ അപേക്ഷ കൊടുക്കുന്നത് ചിലപ്പോൾ ഭാര്യമാര് തന്നെയായിരിക്കും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇവിടത്തെ ആ ഒരു രീതി അറിയാവുന്നത് ഭാര്യമാർക്കാണല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാര്യമാരങ്ങോട്ട് അങ്ങ് ഉയരും. അവരുടെ അഡ്രിനാലിന് അങ്ങോട്ട് കുറച്ച് മുകളിലേക്ക് കയറും. കാരണം ഞാനില്ലെങ്കിൽ നിങ്ങളില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഭാര്യമാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ, ഈ കിട്ടിയവനൊക്കെ ഏതെങ്കിലും ഒരു ജോലി കിട്ടി, ഈവൻ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൗട്ടിങ് ഉണ്ടാവും. ചിലപ്പോ ചില സ്ഥലത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പറയുന്ന കാര്യങ്ങൾ പകുതി. അപ്പൊ അവര് വിചാരിക്കും നീ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കും. ആ പൊട്ടനാണോ എന്ന് ചോദിക്കുന്ന, സിമ്പിളായിട്ട് ചോദിക്കുന്ന കാര്യം പോലും ഈ പറഞ്ഞ വന്നിരിക്കുന്നവനെ ശരിക്കും ഹർട്ട് ചെയ്യും. കാരണം അവൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു അപകർഷതാബോധം. നമ്മൾ കേരളത്തിലൊക്കെ വലിയ ഇംഗ്ലീഷൊക്കെ പറയുന്നവരായിരിക്കും, പക്ഷെ ഇവിടെ വന്നിട്ട് ഈ സാഹിബിന്റെ വായ അനങ്ങാണ്ടുള്ള സൗണ്ടും ഹാഷു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ദിലീപ് സിനിമയിൽ പറഞ്ഞ പോലെ ചുടഞ്ഞമ്പ് വായിലിട്ടിട്ട് സംസാരിക്കുന്ന പോലെയുള്ള ഭാഷയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പലർക്കും മനസ്സിലായിന്ന് വരില്ല. അപ്പൊ അങ്ങനെ ഇതൊക്കെ വരുമ്പോ ആ പ്രഷറും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ പെണ്ണുപിള്ള ലോങ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വന്ന് ഇരിക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത്. അപ്പോ അവർക്ക് വീട്ടിലെ പണികൾ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിൽ ചില സമയങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവും. ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ലാത്ത ഭാര്യമാര് നേരെ ചാടിക്കേറി, ഇവിടുത്തെ രീതി അങ്ങനെയാണല്ലോ, ഇവിടുത്തെ ബ്രിട്ടീഷ് പെണ്ണുങ്ങള് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ഭർത്താക്കന്മാരെ താങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ മേടിച്ചിട്ട് അത് ചെയ്യാൻ ചെലവ് ചെയ്യാന്ന് എന്നുള്ള രീതിയിലുള്ളവരല്ല. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. അത് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷന്റെ ഗുണമാണ്. 16 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വളർത്തുന്നത്. ഒറ്റക്കാലിൽ നിൽക്കണം, ഒറ്റക്കാലിൽ ജീവിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കാണുന്ന, കാരണം ഈ നാട്ടിൽ നിന്ന് വന്ന മലയാളിയുടെ സ്വഭാവത്തിൽ ഇതൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന് ഒരു 1-2 കൊല്ലം അവര് സ്വന്തം ഇങ്ങനെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അവർ വിചാരിക്കും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിക്കൂടാ. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ ആയിക്കൂടാന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ എന്ത് കരുതും? കെട്ടിയവനോട് ചോദിക്കും, നിങ്ങൾക്ക് പകുതി പാത്രം കഴിയാന്തേ, ഞാൻ തിന്ന് ഞാൻ കഴിയണ്ടല്ലോ, നിങ്ങൾ തിന്ന് ഞാൻ കഴിയണമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച ഇതാവും. ഇനിയിപ്പോ ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിയവന്മാര് ഇത്തിരി കള്ളു കുടിക്കുന്നവനാണെങ്കിൽ, ബ്രാൻഡി കുടിക്കുന്നവനാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഇവന് ചിലപ്പോ കുറച്ചുകൂടെ നിരാശകൾ കൂടും. അപ്പൊ അങ്ങനെ നിരാശ തോന്നുന്ന ഒരു ഭർത്താവ് ഭാര്യ പറയുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ കള്ളു കുടിക്കുന്ന കുടുംബത്തിൽ, ഇനി കള്ളു കുടിക്കാത്തവനാണെങ്കിൽ പോലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ കൂട്ടി സംസാരിക്കാം. ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ രീതികൾ വെച്ചിട്ട് നമ്മുടെ സൗണ്ട് ഇത്തിരി ഓവറായിട്ട് അടുത്ത വീട്ടിലോട്ട് കേട്ടാൽ പോലും അവർ പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാം. ഒരുപക്ഷെ അയൽവക്കാരനായിരിക്കും കംപ്ലൈന്റ് ചെയ്യണേ. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് നമ്മൾ കൊച്ചുങ്ങളോട് ഷൗട്ട് പോലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള രാജ്യമാണിത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അലമ്പുകൾ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ഭാര്യമാർ ഇത്തിരി തണുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മനഃപൂർവ്വം വീട്ടിൽ നിന്ന് പുറത്തൊക്കെ അങ്ങനെ ഇറങ്ങി പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഈ കുടുംബ ബന്ധം തകരും. പോലീസ് കേസൊക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് വൈരാഗ്യവും. ഈ കള്ളൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ചെറിയൊരു ഇഷ്ടക്കേട് പോലും അതിങ്ങനെ എന്നാ പറയണേ, മൂർഖം പാമ്പിനെ പോലെയാണ് മനസ്സിലിട്ട് വെച്ചുകൊണ്ട് കിടന്നിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ എടുത്തിട്ട് ചാമ്പും. ആ ചാമ്പിയ ദിവസമായിരിക്കും ചിലപ്പോൾ പ്രശ്നമായിട്ട് വരുന്നതും പോലീസ് വരുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളി സമൂഹം വളരെ ഭയങ്കരമായിട്ട് ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ തൊട്ടയൽവക്കത്തുകാർ കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും മലയാളി കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്. അപ്പോൾ ഇപ്പം അടുത്ത കാലങ്ങളിൽ അപ്പോൾ ആ മലയാളി കമ്മ്യൂണിറ്റിയിൽ
സൈഡിലോട്ട് ഈ ന്യൂസുകളൊക്കെ അങ്ങ് പരന്നു കഴിയുമ്പോൾ ഓ എടി അവിടെ തമ്മിത്തല്ലാടി, അവൻ്റെ വീട്ടിൽ പ്രശ്നമാടി, അല്ലെങ്കിൽ അവക്കടെ അടുത്ത് പ്രശ്നമാടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കഥ കൊതിക്കണക്കും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു നാണക്കേടൊക്കെ പ്രതീക്ഷിച്ചിട്ടും ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കേൾക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മഹത്യയെ കുറിച്ചിട്ടാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഇവിടുന്ന് കേൾക്കുന്ന ന്യൂസുകളും വാർത്തകളും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള വാർത്തകളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി പോപ്പുലേഷൻ കൂടി, നമ്മളല്ല പ്രശ്നം, നമ്മൾ മാത്രമല്ല പ്രശ്നക്കാർ, എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ കേൾക്കുള്ളൂ, കാരണം മലയാളത്തിലുള്ള പ്രശ്നങ്ങൾ മലയാളത്തിൽ. അപ്പൊ അങ്ങനെ ഈ ലോങ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പെണ്ണുമ്പിള്ള വീട്ടിൽ വന്നു. ആ പെണ്ണുമ്പിള്ളയുടെ അടുത്തേക്ക് കള്ള് കുടിച്ചിട്ട് കുതിരയേറാനായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല. അപ്പൊ അതും പ്രശ്നമാണ്. നമ്മുടെ മലയാളിയുടെ ദാരിദ്ര്യമാണല്ലോ ഈ കപട സദാചാരവാദവും അതുപോലെ തന്നെ ലൈംഗിക ദാരിദ്ര്യവും ഭയങ്കരമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ കാര്യത്തിൽ പ്രശ്നം വന്നു കഴിയുമ്പോൾ വീട്ടിൽ ഒച്ചപ്പാടും പ്രശ്നങ്ങൾക്കും കൂടും. അപ്പൊ അത് പിള്ളേർ കാണും കഴിയുമ്പോൾ പിള്ളേർ ചോദിക്കും എന്താ അപ്പോൾ പിള്ളേരുടെ മനസ്സിലും ഇത് കയറുകയാണ്. അച്ഛനും അമ്മയും തമ്മിലൊരു പൊരുത്തമില്ല, അവർ തമ്മിൽ തല്ലാണല്ലോ എന്നൊക്കെ തോന്നും. ഇത് കൊച്ചുങ്ങൾ ചിലപ്പോൾ അടുത്ത കൂട്ടുകാരുടെ അടുത്ത് പോയി പറയും, കൂട്ടുകാരികൾ അത് വീട്ടിൽ ചെന്ന് പറയും, പിന്നെ അതങ്ങനെ നാട് നീളെ ഫ്ലാഷ് ആവും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി ഇതൊന്നുമല്ല, മറ്റുള്ളവന്റെ വീട്ടിലേക്ക് തുറിഞ്ഞു നോക്കുന്ന മലയാളി സമൂഹമാണല്ലോ നമ്മള്. നാട്ടില് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവളെ ഏത് സ്ലീവ്ലെസ് സാരി ഉടുത്തേക്കണു, ബ്ലൗസ് ഇട്ടേക്കണു, സ്ലീവ്ലെസ് അല്ലെങ്കിൽ ആ ചെറുക്കൻ കുട്ടി നിക്കർ ഇട്ടേക്കണു, ഷോർട്ട് ടോപ്പ് ഇട്ടേക്കണു, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മലയാളിയുടെ ഒരു ഇതുണ്ടല്ലോ. നിങ്ങൾ നോക്കിയതേ അവള് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പടം വെച്ചിട്ടുണ്ട്, അവൾ അതിൻ്റെ അകത്ത് മറ്റേ ഇത് വള്ളി കാണുന്ന ഇതായിട്ടേക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊതിക്കണക്ക് പറയാനായിട്ട് മലയാളിനെ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് കിട്ടാത്ത സാധനം വേറെ ഒരാൾക്കും കിട്ടണ്ടെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് മലയാളിയുടെ. അപ്പോൾ ഇതൊക്കെ ഈ ചിലപ്പോൾ ഈ പറഞ്ഞ കള്ളുകൂടി സദസ്സിലായിരിക്കും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണത്. ഈ ആണുങ്ങളൊരു 10 പേര് കൂടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോ. അത് മലയാളി ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് രണ്ട്. പെണ്ണുങ്ങൾ കാണുന്ന തുണിയുടെ കഥയൊക്കെ പറയണമെങ്കിൽ ആണുങ്ങൾ കാണുന്നിടത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ ആയിരിക്കും പറയണേ. പക്ഷെ ഇത് കുടുംബത്തിലോട്ട് കൊണ്ടുവരരുത്. നമ്മൾ ആ സദസ്സിൽ സംസാരിക്കുന്ന കാര്യം അവിടെ തീർക്കണം. അത് കുടുംബത്തിൽ വന്നു, കുടുംബത്തിൽ നിന്ന് അത് 1 10 10 100 100 1000 മടങ്ങുമ്പോൾ വേറെ ആരുടെങ്കിലും കുടുംബമൊക്കെ തകർന്നു പോകുന്നുണ്ടെന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഇനി എന്തായാലും നമ്മുടെ പല വീടുകളിലും കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കെട്ടിയന്മാര് ഇങ്ങനെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും, ഭാര്യമാര് വീട്ടിലെ പണികളെല്ലാം എടുക്കും. അപ്പോൾ ഈ ലോങ് ഡേ പോലെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്ന പെണ്ണുങ്ങള് ഈ കെട്ടിയന്മാരിങ്ങനെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അസൂയ ഉണ്ടാവും കേട്ടോ. അതൊരു നിസ്സാര കാര്യമല്ല. ആ ഒരു അസൂയ ഇങ്ങനെ മൂത്ത് സ്വന്തം കുടുംബത്തിൽ തന്നെയാണെങ്കിലും ഭാര്യമാര് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ്. കുടുംബത്തിൽ തന്നെ ഇതുപോലെ അസൂയ തോന്നി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ തകരാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും സ്വന്തം കുടുംബത്തിൽ ഒരു അസൂയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്വന്തം ഭാര്യമാർക്ക് കെട്ടിയന്മാരോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കും. ഈ UK പോലെയുള്ള കുഞ്ഞു രാജ്യങ്ങളില് അതുപോലെ തന്നെ ഈ അണുകുടുംബങ്ങളില് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പുരുഷ മേധാവിത്വം നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് അടിച്ചേൽപ്പിക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കാണ്ട് വരുമ്പോൾ പുരുഷന്മാര് ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം നാട്ടിലെല്ലാം പുരുഷനാണല്ലോ സുപ്രീം. പെണ്ണുങ്ങള് അല്ലെങ്കിൽ പറയാം, അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാട്ടില് ഭർത്താക്കന്മാര് ഫുൾ ടൈം ജോലിക്കും പോയിട്ട് വീട്ടിലെ സാധനങ്ങളും കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടലും ഇതെല്ലാം നടത്തുന്നുണ്ട്. ഇവിടെ ഒരു ലോങ് ഡേ ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ലോങ് ഡേകൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യുന്നത് വീട്ടിലുള്ള ആണുങ്ങളായിരിക്കും. കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് വിടലും വിളിച്ചുകൊണ്ട് വരലും ഒക്കെ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മുടെ കേരളത്തിലുള്ള സിറ്റുവേഷനും ഇവിടുത്തെ സിറ്റുവേഷനായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തും കൂടി നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വരുന്നു ജനങ്ങൾ മെയിൻ ആപ്ലിക്കൻ്റ് ആയിട്ട് അവർ ഫുൾ ടൈം ജോലിക്ക് പോകുന്നു. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭർത്താക്കന്മാരാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭർത്താക്കന്മാരോട് എന്നിട്ട് വെറും പുച്ഛത്തോടുകൂടി പെരുമാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ പൊട്ടിത്തെറിക്കും. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ പോയി തൂങ്ങിച്ചാവാനോ അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കാനോ അല്ല ചെയ്യേണ്ടത്. ഭർത്താക്കന്മാര് ഒരിക്കലും വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സമൂഹം അല്ല. അവര് സാമൂഹ്യ ജീവികളായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയും ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കണക്ഷനുകൾ ഉണ്ടാക്കുകയും പുറത്തിറങ്ങിപ്പോയി വർത്താനം പറയാനും ഒക്കെ ഉണ്ടാക്കും. എനിക്ക് എന്റെ കെട്ടിയവനെ വീട്ടിൽ കിട്ടുന്നില്ല, എന്റെ കെട്ടിയവനെ വീട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളതിന് ഉത്തരവാദിത്വം കൂട്ടുകാരന്മാരല്ല, നമ്മൾ തന്നെ ചിന്തിക്കുക, ഭാര്യമാര് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവ് വീട്ടിൽ തന്നെ ഇരിക്കാത്തത്, പുറത്തേക്ക് പോകുന്നത്? വീട്ടിൽ വരുമ്പോൾ സമാധാനം കിട്ടില്ലെങ്കിൽ അവര് പുറത്തേക്ക് പോകും. അപ്പൊ അതിന് ഞാനെന്ത് കഴിച്ചു? ഞാനൊരു ഉദാഹരണം പറഞ്ഞാട്ടോ. അപ്പൊ അതുപോലെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കൂടുമ്പോൾ ഇമ്പം ഉള്ളതാവണം കുടുംബത്തിലോട്ട് വന്ന് കയറുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ ഒരു കെട്ടിയന്മാരും പുറത്തേക്ക് പോകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ
അതുപോലെ നമ്മൾ പെരുമാറാനായിട്ട് സാധിച്ച, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഗ്യാങ് പോലെ നിങ്ങൾ സ്ത്രീജനങ്ങൾ ഗ്യാങ് ഉണ്ടാക്കുക, അവരുടെ ഓഫുകൾ മാനേജ് ചെയ്ത് അവര് ജീവിതത്തെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനുവേണ്ടി പഠിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. കാരണം ആണുങ്ങൾ അങ്ങനെയല്ല. ആണുങ്ങൾ സാമൂഹ്യ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു ജോലി ഇല്ലേ, ബാടാ ഞാൻ എന്റെ കൂട്ടത്തിൽ തന്നെയുള്ള സുഹൃത്തുക്കള് ബാടാ ഇന്ന സ്ഥലത്ത് പാർട്ട് ടൈം ജോലി മേടിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെയുള്ള ഒരു ആത്മബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് പോകാനായിട്ട് അങ്ങനെ സുഹൃത്ത് ബന്ധത്തിലേക്ക് ആളുകൾ ഇറങ്ങി പോകുന്നേ. വീട്ടിൽ വരുമ്പോൾ ഒച്ചപ്പാടും കുറച്ചു നേരം ബഹളവും ഒച്ചപ്പാടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമാധാനം ഒന്നും കൊടുക്കണില്ലെങ്കിൽ അവർ ഇറങ്ങി പോകും. അതിനെതിരെ ജലസോ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ കുടുംബത്തില് സമാധാനവും സന്തോഷവും നമ്മൾ തന്നെ കണ്ടെത്തണം. അതുപോലെ തന്നെ നമ്മൾ പോയി എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഓടിപ്പോയി കെട്ടിത്തൂങ്ങി ചാവുകയല്ല ചെയ്യണ്ടേ. അതിനെ പോസിറ്റീവായിട്ട് പോരാടാനായിട്ടുള്ള ഒരു മനക്കെട്ടിയുള്ള മനുഷ്യനായിട്ട് മാറണം. കേട്ടേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബില്ലുകൾ നിങ്ങളെല്ലാവരും ഈ യൂറോപ്പിൽ എത്തിയിരിക്കുന്ന ഒരു 99% ആണുങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും ഭാര്യമാര് പറയുന്ന. ഏത് ഭാര്യമാരായിക്കോട്ടെ, എന്റെ ഭാര്യമാരായിക്കോട്ടെ, വീഡിയോ കാണുന്നവരുടെ ഭാര്യമാരായിക്കോട്ടെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു 99% ഭാര്യമാരും പറഞ്ഞിട്ടുണ്ടാവും, എന്റെ ബില്ലുകൾ അടയ്ക്കണം, എന്റെ ബില്ലുകൾ അടയ്ക്കണം. കുടുംബത്തിന്റെ ബില്ലുകൾ എന്ന് പറയാറില്ല, എന്റെ ബില്ലുകൾ. കാരണം അവരുടെ പേരിലായിരിക്കും വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും വാടക എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവുക. കാരണം അവരാണ് ഇവിടത്തെ ലീഗലായിട്ട് അവർ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികൾ. അവരുടെ പേരിലായിരിക്കും പല ലീസ് എഗ്രിമെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങൾ അവരുടെ പേരിലായിരിക്കും. മെയിൻ ആപ്ലിക്കന്റ് എന്നുള്ള രീതിയിൽ അവരുടെ പേരിലായിരിക്കും എഗ്രിമെന്റുകളെല്ലാം. അപ്പോൾ ഇവർ പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ എന്റെ ചെവിക്ക് കേട്ടിരിക്കുന്ന ഡയലോഗുകളാണ്. എന്റെ ബില്ലുകൾ അത്രയും ഞാൻ അടയ്ക്കേണ്ട കേട്ടാ, എന്നിട്ടും അവൻ എനിക്ക് സഹായിക്കുന്നില്ല. ഞാൻ എന്റെ ഇത്ര ബില്ലുകൾ അടയ്ക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുൾ ടൈം 37 മണിക്കൂറും ഫുൾ ടൈം ജോലിക്കാരും നിങ്ങൾക്കാണ് കൂടുതൽ ശമ്പളം ഉള്ളത്. മറ്റുള്ളവരെ കൊച്ചുങ്ങളെ നോക്കി വീട്ടിലിരിക്കുന്നു. ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം എങ്ങാനും പണിക്ക് പോകുന്നു. ആ പണിക്ക് പോകുന്ന പൈസയിൽ നിന്ന് അവർ മറ്റുള്ള അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെലവഴിക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. എന്നിട്ടും എന്റെ ബില്ലുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഈ കുത്തിത്തിരിപ്പൻ ചിന്താഗതികളൊക്കെ വരുമ്പോൾ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അത് പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ തല്ലിലോട്ട് പോകും. ഈ തല്ലിലോട്ട് പോയി ഒരു ദിവസം ചിലപ്പോൾ പെണ്ണുങ്ങൾ സഹിച്ചെന്ന് ഇരുത്തിക്കും, രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ പെണ്ണുങ്ങൾ സഹിച്ചൊന്നും വരില്ല, അവർ പോലീസിനെ വിളിക്കും. അപ്പോൾ അവർ പോലീസിനെ വിളിച്ചു കഴിയുമ്പോൾ ഇതുപോലെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കുക എന്നുള്ളതിന്റെ പ്രധാന കാരണം കുടുംബത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം. ഉപദേശമായിട്ടും പറയല്ല, മോട്ടിവേഷനായിട്ടും പറയല്ല, ഒന്നുമായിട്ട് പറയല്ല. ഞാൻ എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് ഒരു കൗൺസിലിങ്ങിന് ഞങ്ങൾ പോയായിരുന്നു. അവിടെ നിന്ന് കേട്ട ഒരു ഡയലോഗ് ഞാനത് പറയുകയാണ്. ദിവസം ഉണ്ടാകുന്ന പകലുണ്ടാകുന്ന പ്രശ്നം രാത്രി കട്ടിലിൽ വരുന്നതിന് മുമ്പ് തീർന്നിരിക്കണം എന്ന്. അവിടെ നിന്ന് ഒരു കൗൺസിലർ പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, വൈകുന്നേരം രാത്രി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. അമ്മായപ്പനും മകനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും കട്ടിലിൽ തീർക്കേണ്ട ആവശ്യമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് തന്നെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും എന്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വൈകുന്നേരം കട്ടിലയിൽ കിടന്നുറങ്ങാൻ, മക്കളുടെ കൂടെ കിടന്നുറങ്ങാൻ വരുന്നതിന്റെ മുമ്പ് ഈ പറഞ്ഞ പ്രശ്നം സോൾവ് ചെയ്തിരിക്കണം. പിറ്റേ ദിവസം രാവിലെ പുതിയ ദിവസമാണ്. എല്ലാവർക്കും ഓരോ ദിവസവും പുതിയ ദിവസങ്ങളാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, UK വന്ന് നിങ്ങൾ തമ്മിത്തല്ല് കൂടി ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ തമ്മിത്തല്ല് കൂടി പോലീസ് കേസ് കോടതിയിലെ ജയിലിൽ പോയി കിടക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ. നിങ്ങൾ ഇവിടെ നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചാണ്, അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ എഡ്യൂക്കേഷൻ മക്കൾക്ക് പ്രതീക്ഷിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഹെൽത്ത് സംവിധാനത്തെ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഡൈവേഴ്സ് ഈസ് ബെറ്റർ ദാൻ എ സൂയിസൈഡ് എന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സായി രണ്ട് വഴിക്ക് പോവുക. എന്തിനാണ് വെറുതെ തമ്മിൽ തല്ലുകൂടി അവനവന്റെ ജീവിതം നശിപ്പിക്കണത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. മഹേഷിന്റെ പ്രതികാര സിനിമയില് ഇവര് പറയണ പോലെ എന്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയിടരെ എന്നുള്ള രീതിയിൽ വന്നോണ്ടനെ. എന്തായാലും ലണ്ടൻ വിശേഷങ്ങളിലെ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ഈ കുടുംബ ബന്ധങ്ങൾ തകർക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഉള്ള മലയാളി സമൂഹങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ച് അവസാനം സ്വന്തം കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക എന്ന് മാത്രം പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് വീണ്ടും കാണാം മറ്റൊരു വിശേഷമായിട്ട്. അതുവരെ എല്ലാവരോടും ബൈ.